സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക അടുക്കളയിൽ നിന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. മുന്തിരിയൊക്കെ കഴുകി അത് ജ്യൂസറിലിട്ടടിച്ച് രാധിക അവിടെ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുവാണ്. ഈ സമയം പ്രിയങ്ക പുറത്തു നിന്ന് മറിഞ്ഞ് ഇതെല്ലാം ശ്രദ്ധിക്കുവാണ് കേട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയം പ്രിയങ്ക അകത്തേക്ക് കയറുവന്നെ. ഹായ് ചേച്ചി, എന്ത് ചെയ്യുക ഇവിടെ? മോൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ചേച്ചി ജ്യൂസ് ഉണ്ടാക്കുക. ആണോ? മോൾക്ക് വേണോ ജ്യൂസ്? ആ വേണം. അങ്ങനെ രാധിക ഒരു ഗ്ലാസ്സിൽ കുറച്ച് ജ്യൂസ് എടുത്ത് പ്രിയങ്കയ്ക്ക് കൊടുക്കുവാണ്. പ്രിയങ്ക ജ്യൂസ് കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല രുചിയുള്ള ജ്യൂസാണ് എന്നൊക്കെ പറയുവാണ്. പിന്നീട് രാധിക 2 ഗ്ലാസ്സിലും കൂടി ജ്യൂസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് വരണുള്ള ജ്യൂസുമായിട്ട് രാധിക പോകാൻ തുടങ്ങുക. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, ഇതാർക്കാ ചേച്ചി? ഇത് വരണുള്ളതാ. അപ്പം അതോ? അത് എനിക്കുള്ളതാ. മോൾക്ക് ജ്യൂസ് വേണമെങ്കിൽ അതും കൂടി എടുത്ത് കുടിച്ചോ. ഏയ് എനിക്ക് വേണ്ട ചേച്ചി, മതി, ഒത്തിരി ഇഷ്ടമായി ജ്യൂസ്. അങ്ങനെ പറഞ്ഞ് ഗ്ലാസ് അവിടെ വെച്ചിട്ട് പ്രിയങ്ക അവിടെ നിന്ന് ഓടിപ്പോകുവാണ്. ഈ സമയം പ്രിയങ്കയുടെ നിഷ്കളങ്കതയൊക്കെ കണ്ട് പാവം തോന്നി നിൽക്കുവാണ്ടോ രാധിക. എന്നിട്ട് വരണുള്ള ജ്യൂസുമായിട്ട് രാധിക മുകളിലേക്ക് കയറിപ്പോകുക. ഈ സമയം പ്രിയങ്ക അടുക്കളയിൽ നിന്ന് കുറച്ച് മാറി ഒരു ഷെൽഫിൻ്റെ അവിടെ മറഞ്ഞു നിൽക്കുമായിരിക്കും. രാധിക മുകളിലേക്ക് പോയിന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രിയങ്ക മുത്തശ്ശി കൊടുത്ത ആ വിഷമുണ്ടല്ലോ, വിഷക്കുപ്പിയുമായിട്ട് നേരെ അടുക്കളയിലേക്ക് വരുവാണ്. എന്നിട്ട് അടുക്കളയിൽ രാധിക കുടിക്കാനായിട്ട് മൂടി വെച്ചിരിക്കുന്ന ആ ജ്യൂസിൻ്റെ മൂടിയൊക്കെ മാറ്റി അതിനുള്ളിലേക്ക് കയ്യിലിരിക്കുന്ന വിഷം മുഴുവൻ ഒഴിക്കുവാണ് പ്രിയങ്ക. എന്നിട്ട് അവിടെ ഇരിക്കുന്നൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അത് അതേപോലെ തന്നെ മൂടി വെക്കുക. എന്നിട്ട് ആ ജ്യൂസ് ഇങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് പ്രിയങ്ക പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞത് സത്യമോ? നാളെ അവളൊരു യാത്ര പോകുന്നുണ്ട്. അത് വരവിൻ്റെ കൂടെ ഹണിമൂണിലല്ല, അവളുടെ അവസാന യാത്രയ്ക്ക്. എന്നേക്കുമായിട്ട് അവൾ ഈ ഭൂമിയിൽ നിന്ന് നാളത്തോടെ ഇല്ലാതെയാകും. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് പ്രിയങ്ക. എന്നിട്ട് ഗ്ലാസ്സെല്ലാം അതുപോലെ എടുത്തെടുത്ത് തന്നെ വെച്ച് മൂടിയൊക്കെ വെച്ചിട്ട് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. എന്നിട്ട് ഷെൽഫിൻ്റെ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുവാണ് കേട്ടോ, രാധിക വരുന്നതും കാത്ത്. ഈ സമയം രാധികയാണെങ്കിൽ വരുണിന് കൊണ്ടുപോയി ജ്യൂസ് കൊടുക്കുവാണ്. ഈ സമയം വരുൺ രാധികയുടെ കയ്യിൽ നിന്നും അത് വാങ്ങി കുടിക്കുക. എന്നിട്ട് ചോദിക്കണേ, അല്ല താൻ ജ്യൂസ് എടുത്തില്ലേ? ആ എടുത്തു വെച്ചിട്ടുണ്ട്, അവിടെ അടുക്കളയിൽ തന്നെ വെച്ചിരിക്കുക. എന്നാൽ പിന്നെ അതും കൂടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരായിരുന്നില്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് കുടിക്കാമായിരുന്നല്ലോ. ആ വരണിപ്പോൾ കുടിക്കുന്നതാണെങ്കിലും എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയും കൂടിയുണ്ട്. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ വരൺ കിടന്നുറങ്ങിക്കോ. ഞാൻ അടുക്കളയിലുള്ള ബാക്കി പണി കൂടി തീർത്തിട്ട് വേഗം വന്നോളാം. എടോ താൻ ഇനിയിപ്പോൾ എന്തിനാണ് അടുക്കളയിൽ പണി ചെയ്യാൻ പോകുന്നത്? നാളെ നമ്മൾ പോകുമല്ലേ? അതിനെന്താ, അടുക്കളയിൽ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ട്. അതൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരില്ല. അതുകൊണ്ട് അവൻ അധികം വാശി പിടിക്കാതെ ഈ ജ്യൂസ് കുടിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് വേഗം കിടന്നുറങ്ങാൻ നോക്കിക്കേ. 10 മിനിറ്റിനുള്ളിൽ ഞാൻ തിരികെ വന്നോളാം കേട്ടോ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ രാധിക താഴത്തേക്ക് ഇറങ്ങി വരുന്നത് പ്രിയങ്ക കാണുവാണ് കേട്ടോ. രാധിക നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് ആ ജ്യൂസ് കുടിക്കാനായിട്ട് മൂടിയൊക്കെ മാറ്റി ജ്യൂസ് കയ്യിലെടുക്കുവാണ്. ഈ സമയം പ്രിയങ്ക വന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. കുടിക്കാനായിട്ട് ആ ജ്യൂസിൻ്റെ ഗ്ലാസ് ചുണ്ടിലേക്ക് വെച്ചതും എന്തോ ഒരു സാധനം താഴെ വീഴുന്ന ഒച്ച കേൾക്കുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും രാധിക പെട്ടെന്ന് തന്നെ ആ ജ്യൂസിൻ്റെ ഗ്ലാസ് താഴെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടിപ്പോകുവാണ്. ഈ സമയം രാധിക കാണാതിരിക്കാൻ വേണ്ടി പ്രിയങ്ക വേഗം തന്നെ അവിടെ നിന്ന് ഓടിയിട്ട് അങ്ങ് മാറി ആ ഷെൽഫിൻ്റെ അവിടെ പോയി ഒളിച്ച് നിൽക്കുവാണ് കേട്ടോ. എന്താ ഇത്, ഈ സമയത്ത് എന്താ ഒച്ച എന്നൊക്കെ പ്രിയങ്ക അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ രാധിക വേഗം തന്നെ ഒച്ചക്കെട്ട സ്ഥലത്തേക്ക് ഓടി ചെല്ലുമ്പോൾ പൂജാമുറിയിൽ നിന്നായിരിക്കും ഒച്ച കേട്ടിട്ടുണ്ടാവുക. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് പൂജാമുറിയിൽ ഭഗവാന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിലവിളക്ക് താഴെ വീണ് കിടക്കുന്നതാ. അതുകൊണ്ട് രാധികാകെ ഭയന്നു പോകുക. ഭഗവാനെ, എന്താ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ടെൻഷനിൽ രാധിക നിലവിളക്കൊക്കെ എടുത്ത് വെച്ച് ഒരു തുണിയെടുത്ത് അവിടെ വൃത്തിയാക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ ഒരു സമയത്തായിരിക്കട്ടോ ഉർവശി പതിയെ പമ്മി പിന്നാമ്പുറത്തെ ആ വാതിൽ തുറന്ന് അടുക്കളയിൽ കയറുന്നതും ഉർവശി പാത്രങ്ങളിലേക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്ന് നോക്കുവാണ്. എന്നാൽ എല്ലാ പാത്രങ്ങളും കാലിയായിരിക്കും. അത് കാണുന്നതും ഉർവശിക്ക് അങ്ങ് ഭ്രാന്ത് കയറുക. ആ ദ്രോഹി കൽപ്പനയ്ക്ക് എന്തെങ്കിലും കുറച്ച് ഭക്ഷണം എനിക്ക് വേണ്ടി മാറ്റി വെക്കായിരുന്നു. വിശന്നിട്ടാണെങ്കിൽ മനുഷ്യനെ കണ്ണ് കാണാനും പോലും പറ്റുന്നില്ല, എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കോട്ടോ തൊട്ടരികത്തിരിക്കുന്ന ജ്യൂസ് ഉർവശി കാണുന്നത്. ആ ജ്യൂസ്. അങ്ങനെ പറഞ്ഞ് രാധയൊക്കെ കുടിക്കാനായിട്ട് വിഷം ചേർത്ത് വെച്ചിരിക്കുന്ന ആ ജ്യൂസ് ഉണ്ടല്ലോ, അത് മുഴുവൻ ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കുവാണ് ഉർവശി. പോരാത്തതിന് അവിടെ പ്രിയങ്ക നേരത്തെ കുടിച്ച് പകുതിയാക്കി മാറ്റി വെച്ചിരുന്ന ജ്യൂസും ഉണ്ടാകും, അതും എടുത്ത് കുടിക്കുവാണ് കേട്ടോ ഉർവശി. ഇത് പ്രിയങ്കയും ആരും കാണുന്നില്ല. പ്രിയങ്ക ഇപ്പോഴും രാധിക വരുന്നതും കാത്ത് ആ ഷെൽഫിൻ്റെ അവിടെ തന്നെ മറഞ്ഞു നിൽക്കുക. രാധികയാണെങ്കിൽ അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഭഗവാനെ, എന്തു പറ്റി? എന്താ ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നത്? അരുതാത്തൊന്നും സംഭവിക്കല്ലേ, എല്ലാം നന്നാക്കി തന്നെ എന്നും പറഞ്ഞ് ഭഗവാന് മുമ്പിൽ പ്രാർത്ഥിച്ചതിന് ശേഷം രാധിക അവിടെ നിന്നും തിരിച്ചു പോരുവാണ്. പിന്നീട് വീണ്ടും അടുക്കളയിലേക്ക് വരുന്ന രാധികനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അടുക്കളയിലേക്ക് ആരോ വരുന്നതിൻ്റെ ഒച്ച കേൾക്കുന്ന ഉർവശിയാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോകുവാണ്. അടുക്കളയിലെത്തിയ രാധിക കാണുന്നത് ജ്യൂസ് ഗ്ലാസ് 2 കാലിയായിരിക്കുന്നതാണ്. അത് കാണുമ്പോൾ രാധിക വിചാരിക്കണേ, പാവം പ്രിയങ്ക, അവൾ ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും വന്ന് കുടിച്ച് നിന്നു.
സാരമില്ല. അങ്ങനെ പറഞ്ഞ് വേറൊരു ഗ്ലാസ് എടുത്ത് മിക്സിയിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് ജ്യൂസ് എടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ രാധിക. എന്നിട്ട് രാധിക ആ ജ്യൂസ് കുടിക്കുവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ഓടി വന്ന പ്രിയങ്ക മറഞ്ഞു നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന രാധികയാണ്. അത് കാണുന്നത് പ്രിയങ്കയ്ക്ക് ഒത്തിരി സന്തോഷമാകുക. വിഷം ചേർത്ത ജ്യൂസ് രാധിക മുഴുവനും കുടിച്ചു. അതുകൊണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി നിൽക്കുകയാണ് പ്രിയങ്ക. പിന്നീട് രാധിക അവിടെയുള്ള ആ ഗ്ലാസ്സുകളും മിക്സിയൊക്കെ കഴുകിയതിന് ശേഷം അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് പിന്നാമ്പുറത്തെ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് രാധിക മനസ്സിലാവുന്നത്. ഷോ, അമ്മ ഇതെന്ത് പണിയാണ് കാണിച്ചത്? അമ്മ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് രാധിക ആ ഒരു ഡോറിൽ ലോക്ക് ചെയ്യുവാണ്. എന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷം രാധിക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ പ്ലാൻ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ റൂമിലേക്ക് ഓടിപ്പോകുക. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി റൂമിൽ കൈയും കാലും ഒക്കെ അനക്കാനാവാതെ വേദന കൊണ്ട് പൊളഞ്ഞിരിക്കുവാണ്. കൈയും കാലും ഒന്നും അനക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാലും ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി. എന്താണെങ്കിലും നാളെ രാവിലെ അവളുടെ മരിച്ചു എന്നുള്ള വാർത്ത കേട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വേദനകളും മാറും. ആ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വേദന സഹിച്ചാലെന്താ, അതുകൊണ്ട് തന്നെ. അമ്മേ, എൻ്റെ കാല് എന്നൊക്കെ പറഞ്ഞ് വേദന സഹിക്കാൻ പറ്റാതെ സുകുമാരിയമ്മ വെച്ച് വെക്കുവാണ് കേട്ടോ. അങ്ങനെ സുകുമാരിയമ്മയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് യശോദ അങ്ങോട്ടേക്ക് വരുക. എന്താ പറ്റിയത് അമ്മേ? അമ്മയുടെ കൈക്കും കാലിനുമൊക്കെ എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അമ്മ ഇപ്പോൾ എവിടെയാണ് പോയത്? ഞാൻ അമ്പലത്തിലേക്കൊന്ന് പോയതാ. എന്താ, മനുഷ്യനൊന്ന് പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോകാനും കൂടി ഇവിടെ പറ്റില്ലേ? അമ്മ എന്തിനെങ്കിലും ദേഷ്യപ്പെടുന്നത്? എവിടെ പോയതാണെന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അമ്മ ഭക്ഷണം കഴിക്കാനൊന്നും വരുന്നില്ലേ? ഓ, ഞാൻ വരുന്നില്ല, എനിക്ക് വിശപ്പില്ല തീരെ. അങ്ങനെ യശോദ അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. ഈ സമയം സുകുമാരിയമ്മ പതിയെ കാല് മടക്കാൻ നോക്കുമ്പോൾ കാലിന് വീണ്ടും വേദന എടുത്ത് അയ്യോ ഒന്നും വിളിച്ച് കരയുവാണ് കേട്ടോ. അന്നേരം യശോദ വീണ്ടും തിരിച്ചു വരണേ. എന്താ അമ്മയെ പറ്റിയത്? ഒന്നുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറഞ്ഞൂടെ? വല്ല ആവി പിടിക്കുകയോ തടവി തരികയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തു തരാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ഓ, നീയൊക്കെ എന്തിനാണ് ഇത് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനിവിടെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് 100 100 പെരുപ്പിച്ച് നീ ദേവൻ്റെ അടുത്ത് പോയി പറയും. ദേവൻ എന്നിട്ട് വേഗം തന്നെ ഏതെങ്കിലും ഒരു വൈദ്യനെ ചെന്ന് കാണും. എന്നിട്ട് വേണമല്ലോ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് എന്നെ റൂമിൽ പൂട്ടിയിടാൻ. അമ്മ എന്തിനാ ശത്രുക്കളോട് പെരുമാറുന്നത് പോലെ ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞങ്ങളതിന് എന്താ ചെയ്തിട്ടുള്ളത്? അന്നേരം സുകുമാരിയമ്മ പറയണേ, എൻ്റെയും പ്രിയങ്ക മോളുടെയൊക്കെ നല്ലത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമല്ലല്ലോ. മാത്രമല്ല ഞങ്ങളുടെ തകർച്ചയാണല്ലോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അതെന്താണെങ്കിലും നിങ്ങൾ നോക്കിയിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. അമ്മയോട് തർക്കിക്കാൻ ഞാനില്ല. എന്താണെന്ന് വെച്ചേ. അങ്ങനെ പറഞ്ഞ് യശോദയമ്മ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശിയുടെ ഫോണിലേക്ക് പ്രിയങ്ക വിളിക്കുവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഏന്തി വലിഞ്ഞ് പതിയെ പോയി എണീറ്റ് ഫോൺ എടുക്കുവാണ്. പ്രിയങ്ക മോളെ, എന്തായി കാര്യങ്ങളൊക്കെ? മുത്തശ്ശി തന്ന വിഷം മുഴുവൻ രാധിക കുടിക്കാനുള്ള ജ്യൂസിൽ കലക്കി വെച്ചു. അവൾ ആ ജ്യൂസ് മുഴുവൻ കുടിക്കുകയും ചെയ്തു. സത്യമാണോ മോളെ? അതേന്നെ, അവൾക്കും വരുണിനും വേണ്ടി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഞാനും അടുക്കളയിലേക്ക് പോയി. എനിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് ജ്യൂസ് തന്നു. അതിനുശേഷം വരുണിന് കൊടുക്കാനായിട്ട് അവൾ ജ്യൂസുമായിട്ട് മുകളിലേക്ക് പോയി. ആ തക്കത്തിന് മുത്തശ്ശി തന്ന ആ ബോട്ടിലെ മുഴുവൻ വിഷവും ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. തിരിച്ചു വന്നവൾ അത് മുഴുവൻ കുടിക്കുകയും ചെയ്തു. എങ്കിൽ മോളെ, നീ നോക്കി വെച്ചോ, നാളെ നമ്മൾ എണീക്കാൻ പോകുന്നത് രാധിക മരിച്ചു എന്നുള്ള വാർത്ത കേട്ടിട്ടായിരിക്കും. അല്ല മുത്തശ്ശി, ഈ വിഷം പ്രവർത്തിച്ചു തുടങ്ങാൻ എത്ര ടൈം എടുക്കും? വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് മിനിറ്റുകൾക്കകം പ്രവർത്തിക്കാൻ തുടങ്ങും. മരണത്തിൽ നിന്ന് അവൾക്കിനി ഒരു മോചനമില്ല മോളെ. നാളെ ഇനി ആറ്റുവാശ്ശേരിയിലേക്ക് കൺമംഗളത്തിൽ നിന്നുള്ള കോള് വരാൻ പോകുന്നത് രാധികയുടെ മരണവാർത്തയായിരിക്കും മോളെ. അങ്ങനെ അത് കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന മുത്തശ്ശീനെയും പ്രിയങ്കേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.